തിരുവനന്തപുരത്തെ നേമത്ത് താൻ വിജയിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി കെ ശബരിനാഥൻ പറയുന്നു. മണ്ഡലത്തിൽ NDA പണമൊഴുക്കിയതിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പണമൊഴുക്കിയതിലൊന്നും വലിയ കാര്യമില്ലെന്നാണ് ശബരിനാഥൻ പറയുന്നത്. UDFന് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ റിപ്പോർട്ട്. നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ്, അതിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയ നേമമണ്ഡലം, വാശിയേറിയ മത്സരം നടന്ന നേമമണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ശബരിനാഥനാണ് നമ്മോടൊപ്പം ചേരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു പോളിംഗ് ശതമാനം ഉയർന്നതും വോട്ടർമാരുടെ റെസ്പോൺസും എല്ലാം? വളരെ നല്ല റെസ്പോൺസാണ്. കാരണം ഇത്രയധികം പോളിംഗ് പെർസെൻറ്റേജ് ഫൈനൽ കണക്കൊന്നുമില്ലെങ്കിലും തിരുവനന്തപുരത്ത് കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ഉള്ള ഒരു മണ്ഡലമായിട്ട് നിയമം മാറിയതിലെല്ലാവരോടും നന്ദി പറയുകയാണ്. എല്ലാ മുന്നണികളും കഠിനാധ്വാനം നടത്തി. അപ്പോൾ നമ്മളും അതിനകത്ത് നല്ല വർക്ക് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പോളിംഗ് പെർസെൻറ്റേജ് കൂടിയെന്നുള്ളതാണ് എൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം. സ്വാഭാവികമായി നേമത്ത് ഒരു കഴിഞ്ഞ വർഷം ശിവൻകുട്ടി, അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും BJPക്ക് വലിയ രീതിയിലുള്ള മേൽക്കൈ ഉണ്ടായിരുന്നു. ആ മേൽക്കൈ നിൽക്കുമ്പോൾ അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് താങ്കൾ എത്തുന്നത്. ആ ഒരു വിടവ് നികത്താൻ ഈ കുറഞ്ഞ ദിവസം കൊണ്ട് കഴിഞ്ഞു? ഒരു സംശയം വേണ്ട. ഇവിടെ വോട്ടുകൾ സ്പ്ലിറ്റാവും. ആ വോട്ടുകൾ സ്പ്ലിറ്റാവുമ്പോൾ എല്ലാ മേഖലകളിൽ നിന്നുള്ള തിരുമല മുതൽ കോവളം, തിരുവല്ലം വരെയുള്ള എല്ലാ മേഖലകളിലെയും എല്ലാ വോട്ടുകളിലും LDFനും ചോർച്ചയുണ്ടാവും, BJPക്കും ചോർച്ചയുണ്ടാവും. ആ രണ്ട് ചോർച്ചയും UDFന് അനുകൂലമായിട്ട് വരും. UDF ജയിക്കും. പ്രാഥമിക അനാലിസിസ് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ, എങ്ങനെയാണ് നമ്മൾ ആ ഒരു തരത്തിലുള്ളൊരു ഫൈനൽ കണക്കിലേക്ക് പോകുന്നേ ഉള്ളൂ. എന്നിരുന്നാലും നമുക്ക് കിട്ടുന്ന ഒരു ഇൻപുട്സ് ഇനിഷ്യലി വളരെ പോസിറ്റീവായിട്ടുള്ളതാണ്. വിജയിക്കുവാനുള്ള എല്ലാ ചേരുവകളും ഞാൻ പറഞ്ഞല്ലോ, പഴയ കോട്ട ഉത്തരങ്ങൾ എന്നൊക്കെ പറയുന്ന പല പ്രദേശങ്ങളുമുണ്ട്. അതൊക്കെ അവിടെ നിന്ന് വോട്ട് UDFന് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം LDF ഒരു ആരോപണം ഉന്നയിച്ചത് വലിയ രീതിയിൽ മദ്യം, പണം എന്നിവ BJP NDA സ്ഥാനാർത്ഥി ഒഴുക്കി, വലിയ കള്ളപ്പണം അടക്കം ഒഴുക്കി എന്നുള്ള ആരോപണങ്ങളുണ്ട്. അത്തരത്തിലേതെങ്കിലും രീതിയിലുള്ള അനുഭവങ്ങൾ താങ്കൾക്കുണ്ടോ? അത് ആദ്യമേ ഇത് പറഞ്ഞത് ഞാനാണ്. കാരണം നിങ്ങളുടെ നിയമത്തൂടെ പോയാൽ അവിടെ തിരുവനന്തപുരം ഭാഷ പറഞ്ഞാൽ ചെറിയ മുടുക്കിൽ പോലും ഫ്ലെക്സ് വെച്ചേക്കുകയാണ്. നമ്മളൊക്കെ പട്ടികയിലാണ് അടിക്കുന്നത് ഈ റേറ്റ് കാരണം. സ്റ്റീൽ ഫ്രെയിമിൽ 10,000-2,000 ഫ്ലെക്സുകൾ ഈ നഗരത്ത്. അപ്പം അതിൻ്റെ വലിയൊരു പണത്തിൻ്റെ കൊഴുപ്പ് ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ വോട്ടിന് 5,000, വോട്ടിന് 10,000 അടക്കമുള്ള പല കാര്യങ്ങളും നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. നമ്മൾ പരാതിയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾ അതൊന്നും നോക്കില്ല. ഒരുപക്ഷെ പാവപ്പെട്ട ആളുകൾ പൈസ വാങ്ങിച്ച് കാണും. പക്ഷെ എന്നാലും വോട്ട് അവർ മതേതര മുന്നണിക്ക് നൽകി കാണത്തുള്ളത് ഉറപ്പാണ്. മറ്റൊരു ശിവൻകുട്ടി ഇപ്പോൾ ഉന്നയിച്ചൊരു ആരോപണം, മതേതര വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ UDF ശ്രമിച്ചു എന്നുള്ളതാണ്. അത്തരമൊരു ശ്രമം ഉണ്ടായോ? അല്ല, എനിക്ക് മനസ്സിലാവാത്തത് ഇതാരുടെയും പോക്കറ്റ് ഇരിക്കുന്ന വോട്ടല്ല. പണ്ട് ഇവർ പറഞ്ഞിരുന്ന കുറ്റം BJPക്ക് കോൺഗ്രസ് UDF സ്ഥാനാർത്ഥി വീക്കായതുകൊണ്ട് BJP ജയിക്കുന്നു. ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി ഒന്ന് എല്ലായിടത്തും ഇറങ്ങുമ്പോൾ പറയുകയാണ് മതേതര വോട്ട് ഭിന്നിപ്പിക്കാന്ന് പറയുന്നത്. എന്തൊരു ലോജിക്കാണ് മിസ്റ്റർ അത്? നിങ്ങൾ ഒന്നാം ബൂത്ത് വോട്ട് വിളിക്കുകയുള്ളൂ. നമുക്ക് എല്ലാ മേഖലകളിൽ നിന്നുള്ള വോട്ടുകൾ UDFന് വരും. നമുക്ക് കേരളത്തിൻ്റെ മുഴുവൻ സാഹചര്യങ്ങളുടെ എടുത്താൽ എങ്ങനെയാണ് UDFൻ്റെ ഒരു പ്രതീക്ഷ? ഇത് വളരെ നല്ല പ്രതീക്ഷയാണ്. ഞാൻ കണക്കിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ഇത്രയധികം ആളുകൾ വന്ന് വോട്ട് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും UDFിലൂടെ മാറ്റം ഉണ്ടാകാൻ വേണ്ടിയാണ്. എല്ലായിടത്തും കേരളത്തിലും തിരുവനന്തപുരത്തും നേമത്തും ഒക്കെ ആ മാറ്റം ഉണ്ടാകും. UDF വിജയിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.